ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. നമ്മൾ കഴിഞ്ഞ ഫോട്ടോഷോപ്പ് ക്ലാസ്സുകളുടെ കണ്ടിന്യൂസ് പോർഷൻസ് ആണ് ഇന്നിവിടെ നോക്കുന്നത്. ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് നോട്ട് ടൂൾ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഈ വീഡിയോയിൽ നമുക്ക് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ സബ് ടൂളുകളായിട്ട് നിങ്ങൾക്ക് മറ്റ് 4 ടൂളുകൾ ഇവിടെ കാണാം. അപ്പോൾ ഈ ഓരോ ടൂളുകളും എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ടൂളിൻ്റെ ആ പോയിൻ്ററിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് നോക്കിയ പോലെ തന്നെ ഇവിടെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാർഡ്നെസ്, സ്പേസിംഗ് ഒക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതിൻ്റെ സൈസ് അല്പം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ഒരു സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഞാൻ ഈ ഇമേജിനെ ഒന്ന് സൂം ചെയ്യാം. അതിനായിട്ട് നമുക്ക് കൺട്രോൾ പ്ലസ് ചെയ്തതിന് ശേഷം പ്ലസ് കീയിൽ പ്രസ് ചെയ്യാം. നമുക്ക് ഈ ഒരു മാർക്കിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഞാനിവിടെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടുത്തെ ഒരു മാർക്ക് റിമൂവ് ആയിട്ടുണ്ട്. ഈ ഒരു ടൂൾ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത ഏരിയയിലുള്ള ആ ഒരു പോർഷൻ ഇവിടേക്ക് സ്പോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്പോട്ട് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ ഒരു മാർക്ക് പോയിട്ട് അടുത്ത ഏരിയയിലുള്ള ഒരു പോർഷൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു ടൂള് നിങ്ങൾ ഫോട്ടോയ്ക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഞാനിതിനെ അൺഡു ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ടൂളായിട്ടുള്ള ഹീലിംഗ് ബ്രഷ് ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ നമ്മൾ റീടച്ചിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എനിക്ക് ഈ കാണുന്ന മാർക്കിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യണം. ഈ ഒരു ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാർക്കിനെ നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും മറ്റൊരു പോർഷനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഹൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു പോർഷനെ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ഇവിടുത്തെ ഒരു പോർഷനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഒരു മാർക്കിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ഹൈഡ് ചെയ്യാം. ഈ ഒരു പോർഷനെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾട്ട് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ കീ റിലീസ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പോർഷനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്കിൻ്റെ മുകളിലായിട്ട് പ്രസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു മാർക്ക് ഹൈഡ് ആയിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ഇവിടേക്ക് വന്നിട്ട് ഹൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള മാർക്കുകൾ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ പിമ്പിൾസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള പാച്ച് ടൂൾ നോക്കാം. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പോർഷനാണോ റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു മാർക്കിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സെലക്ഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനുശേഷം ഈ ഒരു മാർക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പോർഷനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവിടേക്ക് ഡ്രാഗ് ചെയ്ത് നമുക്ക് അതിനെ സെലക്ട് ചെയ്യാം. ഇതിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഈ ഒരു മാർക്ക് പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ നമ്മുടെ ആ മാർക്കിൻ്റെ മുകളിൽ വന്ന് ഹൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെയാണ്. നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ബാറിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം. നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം മുൻപ് മറ്റ് ടൂളുകളിൽ നോക്കിയതുപോലെ തന്നെയുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള കണ്ടന്റ് അവെയർ മൂവ് ടൂൾ എന്താണെന്ന് നോക്കാം. നമുക്ക് അൺഡു ചെയ്യാം. ഇവിടെ നമ്മൾ ഈ മാർക്കിനെ റിമൂവ് ചെയ്യല്ല ചെയ്യുന്നത്. ഇതിനെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൂടി പ്ലേസ് ചെയ്യാം. ഇവിടെ ഈ മോഡിനകത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാം. ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള മൂവ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനെ മാത്രം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ മുൻപ് മാർക്ക് ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മൂവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലെ മാർക്ക് പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ 2 ഏരിയകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള എക്സ്റ്റെൻഡ് സെലക്ട് ചെയ്യാം. ഈ ഒരു ഏരിയ ഞാൻ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ എക്സ്റ്റെൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ആ പോർഷൻ അവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ ഒരു കോപ്പിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലാണ്. ഇതിനെ ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ടൂളായിട്ടുള്ള റെഡ് ഐ ടൂൾ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു മറ്റൊരു ഇമേജിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ക്യാമറ കൊണ്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിനകത്ത് റെഡ് ഐ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണിത്. ഈ ഒരു ഇമേജിനകത്ത് നിങ്ങൾക്ക് റെഡ് ഐ കാണാം. നമ്മൾ ഈ റെഡ് ഐ നമുക്ക് എവിടെയാണോ റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രസ് ചെയ്യാം. അതുപോലെ നമുക്കിവിടെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് എത്രത്തോളം ആ കളറിൻ്റെ ഡാർക്കിലാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ആ റെഡ് ഐ ഇവിടെ പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഐയിലും നോക്കാം. ഇവിടെ നമുക്ക് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ റെഡ് ഐയും പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫോട്ടോയിലൊക്കെ വരുന്ന റെഡ് ഐ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ 5 ടൂളുകളും എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ബ്രഷ് ടൂൾ നോക്കാം. ഈ ടൂളിൻ്റെ കൂടെ മറ്റ് 3 ടൂളുകളോടെ സബ് ടൂളുകളായിട്ട് വരുന്നുണ്ട്. നമുക്ക് ആദ്യം ബ്രഷ് ടൂൾ നോക്കാം.
ഇവിടെ ബ്രഷ് ടൂൾ ഞാൻ സെലക്ട് ചെയ്ത സമയത്ത് നമ്മൾ മുൻപ് കണ്ടതുപോലെ ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ ബ്രഷ് ടൂളിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അല്പം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാർഡ്നെസ് കാര്യങ്ങൾ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ബ്രഷ് പ്രീസെറ്റുകളൊക്കെ കാണാം. ഈ ഒരു ബ്രഷസ് എല്ലാം നമ്മുടെ ഫോട്ടോഷോപ്പിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. കുറേ ആർട്ടിസ്റ്റിക് ബ്രഷുകളൊക്കെ കാണാം. ഞാനൊരു ബ്രഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ബ്രഷ് വെച്ച് ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് ഇവിടെ ഫോർഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടുന്ന് ഒരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ആ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ മറ്റൊരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് മറ്റ് പ്രീസെറ്റ് ബ്രഷുകളും ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്ലെൻഡിങ് മോഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനകത്തുള്ള മോഡ്സ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ബ്രഷ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ ഒപ്പാസിറ്റി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ അല്പം ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കളറിൻ്റെ ഒപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഞാൻ ഒപ്പാസിറ്റി ഫുള്ളാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫ്ലോ നമുക്കൊന്ന് കുറച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലോയും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മുടെ ആ കളർ വരുന്നതിൻ്റെ ആ ഒരു ഫ്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രഷ് ടൂളിൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള പെൻസിൽ ടൂൾ നോക്കാം. ഈ പെൻസിൽ ടൂൾ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലൈൻ ഷാർപ്പായിട്ടായിരിക്കും വരിക. ഇവിടെ പെൻസിലിൻ്റെ സൈസ് ഞാൻ അല്പം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഷാർപ്പാണ്. നമ്മൾ മുൻപ് ക്രിയേറ്റ് ചെയ്ത ബ്രഷിൻ്റെ മാതിരി സ്മൂത്ത് അല്ല. അതുപോലെ തന്നെ ഈ പെൻസിലിനും നമ്മൾ മുൻപ് കണ്ടതുപോലെ തന്നെ ബ്ലെൻഡിങ് മോഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള കളർ റീപ്ലേസ്മെൻറ്റ് ടൂൾ നോക്കാം. ഞാൻ അതിനൊന്ന് സൂം ചെയ്യുന്നുണ്ട്. ഈ ഒരു കളർ റീപ്ലേസ്മെൻറ്റ് ടൂൾ കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ്റെ കളർ റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ഈ ഡ്രസ്സിൻ്റെ കളർ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഇവിടെ ഫോർഗ്രൗണ്ടിൽ റെഡ് കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ റഫായിട്ടൊന്ന് കളർ റീപ്ലേസ് ചെയ്യാം. ഈ ഡ്രസ്സിൻ്റെ കളർ നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിലുണ്ടായിരുന്ന ആ ഒരു ഷെയ്ഡും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ടൂളിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടൂളിൻ്റെ സൈസ് അതുപോലെ തന്നെ സ്പേസിങ് ഹാർഡ്നെസ് എല്ലാം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ മോഡ്സിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് മോഡ്സുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള മോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ കളർ ടോളറൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ ടോളറൻസ് എന്താണെന്നൊക്കെ മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ടൂളായിട്ടുള്ള മിക്സർ ബ്രഷ് ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന കളറുകളെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിജിറ്റൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ടൂളിൻ്റെ യൂസ് നമുക്ക് വരുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് കളർ ബ്രഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കളറിനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കളർ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ട വർക്കുകൾക്കൊക്കെ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടൂൾ നോക്കാം. ഞാനിവിടെ ഇതിനെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അടുത്ത ടൂളായിട്ടുള്ള ക്ലോൺ സ്റ്റാമ്പ് ടൂളും അതുപോലെ തന്നെ പാറ്റേൺ സ്റ്റാമ്പ് ടൂളും നമുക്ക് നോക്കാം. അതിന് തന്നെ ഞാൻ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂളിനും സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ബ്ലെൻഡിങ് മോഡ്സുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലോൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഈ ഒരു പെൺകുട്ടിയുടെ ഒരു ഇമേജിൻ്റെ കോപ്പി എടുത്ത് ഇവിടെ കൂടി പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരു പോർഷനാണ് നമുക്ക് കോപ്പി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നതിന് ശേഷം ആൾട്ട് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഇമേജ് നമ്മുടെ ആ ഒരു സ്റ്റാമ്പ് ടൂളിനകത്ത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഡ്രാഗ് ചെയ്യാം. നമ്മളിവിടെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ആ ഒറിജിനൽ ഇമേജിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏത് പോർഷനാണ് നമ്മളിപ്പോൾ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഈ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫേസിലൊക്കെ ഉള്ള ഒരു പിമ്പിളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇനി നമുക്ക് അടുത്ത ടൂളായിട്ടുള്ള പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ നോക്കാം. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പ്രീസെറ്റ്സ് കാണാം. ഇതെല്ലാം നമ്മുടെ ഫോട്ടോഷോപ്പിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. ഇവിടെ നമുക്ക് പുതിയ പാറ്റേൺസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പ്രസ് ചെയ്യാം. അതിനുശേഷം വന്നിട്ടുള്ള ഈ ഒരു ഓപ്ഷനകത്ത് നമുക്ക് ലോഡ് പാറ്റേൺസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടേക്ക് പാറ്റേൺസിനെ ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ ഈ ഒരു പാറ്റേൺ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ആ സെലക്ട് ചെയ്തിട്ടുള്ള പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ഇതിൻ്റെ ഫ്ലോയും അതുപോലെ തന്നെ ഒപ്പാസിറ്റിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും ടൂൾസുകളാണ് പരിചയപ്പെടുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ടൂൾസുകൾ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക.